നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, നിങ്ങളറിയാതെ എന്തൊക്കെ നടന്നു, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ് ഹാങ്ഡ് മാൻ, 2 ഓഫ് കപ്സ്, ദ ഹെർമിറ്റ്, 8 ഓഫ് സോഡ്സ്, ദ ജഡ്ജ്മെൻറ്റ്, 9 ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇന്ന് ഒറ്റയ്ക്കിരിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതായത് അവർക്ക് പുറത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അവരതൊക്കെ വേണ്ട എന്ന് വെച്ച് ഒരിടത്ത് തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒറ്റയ്ക്കിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല, അവർ വലിയ കാര്യങ്ങൾ എന്തോ ആലോചിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെന്തൊക്കെയോ കാര്യത്തിൽ ഡിസിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും സെപ്പറേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട്, അത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് ആരും വരാതിരിക്കാൻ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ശത്രുവായ ആരോ നിങ്ങളുടെ വ്യക്തിയെ കാണാനായിട്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോള്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണം എന്ന് കരുതിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ കോള് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ വ്യക്തി നിരസിക്കുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇന്നത്തെ ദിവസം ആരെ കാണാനോ ആരുടെ അടുത്ത് സംസാരിക്കാനോ താല്പര്യമില്ല. അതും നിങ്ങളുടെ ശത്രുവായിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആ ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരുടെ വരവിനായിട്ടും നിങ്ങളുടെ വ്യക്തി ഇവിടെ കാത്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒബ്വിയസ്ലി അത് നിങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അത് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒന്ന് കോൾ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നതാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും ഇട്ടെറിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഇന്നത്തെ ദിവസം, അവർ ഇന്നലെ രാത്രി പോലും അവർ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിയില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ഇന്നത്തെ ദിവസമാണെങ്കിൽ തന്നെ അവർക്ക് മാനസികമായിട്ട് ഒരുപാട്, ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു, അത് ഓവർ തിങ്കിങ്ങിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അവർക്കൊരു സ്വസ്ഥതയില്ലായ്മയായിരിക്കും വരുന്നത്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഓവർ തിങ്കിങ് ചെയ്ത് വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഒന്നെങ്കിൽ പനിയോ അല്ലെങ്കിൽ തലവേദന, ടെൻഷൻ, ഡിപ്രഷൻ, ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് ഇന്നത്തെ ദിവസം കേട്ടോ. ഇന്നത്തെ ദിവസം അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം എന്തോ ഒരു തിരിച്ചറിവും അവർക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിക്കൊരു സൂചന കൊടുത്തു. അവരെന്താണ് ഇത്രയും നാളും സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നത്, അതിൽ എന്തൊക്കെയോ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. സത്യത്തെ മറഞ്ഞ് ഇരുന്ന കുറേ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തത വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവരിത്രയും നാളും വിശ്വസിച്ചിരുന്ന ആരെയോ വിശ്വസിക്കാത്ത ഒരവസ്ഥയിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചതിവ് പറ്റിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചതിവ് പറ്റിയതിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജ്, എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക, വല്ലാത്ത തരത്തിൽ മെൻ്റൽ സ്ട്രെയിൻ എടുക്കുന്നു, ഭാരം ചുമക്കുന്നു. മനസ്സിലായോ? ആ ഒരു അവസ്ഥയാണ്. പക്ഷെ ടോട്ടലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. കാരണം നിങ്ങളെക്കുറിച്ചിട്ടൊരു തീരുമാനം എടുക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതും വളരെ സ്നേഹത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തി കടന്നു വരാൻ നിങ്ങളുടെ വ്യക്തി അനുവദിക്കുന്നില്ല.
ഇപ്പോൾ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റിലിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഓവറോൾ വ്യൂവാണ്. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്, അതായത് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക.